ഹായ് ഫ്രണ്ട്സ്, ഏസ്മിരയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല സെക്കൻഡ് സെമസ്റ്റർ MPL ഡിഗ്രി എക്സാമിനേഷൻ പേപ്പർ 3 സെയിൽസ് ഓഫ് ഗുഡ്, ലോസ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ക്യാരേജ് ഓഫ് ഗുഡ്സ് എന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾവേസ് അറിയുന്ന പോലെ തന്നെ ടൈം 3 hours ആയിരിക്കും. മാക്സിമം മാർക്ക് 80 ആയിരിക്കും. 5 ചോദ്യങ്ങൾക്കും ഓരോന്നിനും 16 മാർക്ക് വീതം. 5 ചോദ്യങ്ങൾ മസ്റ്റായിട്ടും ആൻസർ ചെയ്യണം. ആൻഡ് ആൾസോ ഈ 5 ചോദ്യങ്ങൾക്കും സബ്ബായിട്ടായിരിക്കും, അതായത് A and B സെക്ഷൻസ് ഉണ്ടാവും. ഈ A and B സെക്ഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നിങ്ങൾ ആ ഒരു ചോദ്യത്തിന് ആൻസർ കൊടുക്കേണ്ടത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് എന്ന് പറയുന്നത് A, സ്റ്റേറ്റ് അബൌട്ട് ദ എസെൻഷ്യൽ ഫോർമാലിറ്റീസ് ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ദ സെയിം ഫ്രം ഹയർ പർച്ചേസ്. Or B എന്ന് പറയുന്നത് explain on doctrine of fundamental breach with relevant case laws, also mention condition or warranty implied by usage. Second question A എന്ന് പറയുന്നത് illustrate the control mechanism of transfer of risk insurance and reinsurance and difference between insurance and guarantee. Or B എന്ന് പറയുന്നത് explain the concept of intermediaries, market players and their roles, and also mention on ethics and cooperate government's framework for insurance companies. 3. A എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ ഫ്യൂച്ചർ ഓഫ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ പവർ ആൻഡ് ഫങ്ഷൻ ഓഫ് IRDA. ഓർ ബി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ് അബൻസ്മെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് ഡിഫറൻസ് വിത്ത് ദാറ്റ് ഓഫ് അബ്രിയേഷൻ. 4. എ എന്ന് പറയുന്നത് ഇലൂസ്ട്രേറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഇൻ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ആൻഡ് മെൻഷൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസൈൻമെൻറ്റ് ആൻഡ് നോമിനേഷൻ. ഓർ ബി എന്ന് പറയുന്നത് സ്റ്റേറ്റ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ പോളിസി, ഇൻഷുറൻസ് ഡോക്യുമെൻറ്റേഷൻ, അണ്ടർ റൈറ്റിംഗ് ആൻഡ് റേറ്റിംഗ്. 5 എന്ന് പറയുന്നത് എ എക്സ്പ്ലെയിൻ ദ ലൈബിലിറ്റി ഓഫ് കോമൺ കരിയർ ആൻഡ് മെൻഷൻ ദ ഫീച്ചർ ഓഫ് കരിയേഴ്സ് ആക്ട് 1865. ഓർ ബി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ് ആക്ട് 1993 ആൻഡ് കൊമേഴ്സ്യൽ ഡിവിഷൻ ആൻഡ് കൊമേഴ്സ്യൽ അപ്പീൽ ഡിവിഷൻ ഓഫ് ഹൈക്കോർട്ട് ആക്ട് 2015. സോ ഇത്രയുമാണ് ഈ ഒരു സബ്ജക്റ്റുമായി ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ ഇയറിൽ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.